ഹലോ, വെൽക്കം ടു ചിത്ത വീട്ടി ലൈറ്റ്സ്. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഓണമായിട്ട് അമ്മ എനിക്ക് സെറ്റ് സാരിയിൽ നിന്ന് തയ്ച്ചു തന്നിട്ടുള്ള ഒരു പാവാടയും ബ്ലൗസുമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ച്ചതെന്ന് നമുക്ക് അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു സാരിയിൽ നിന്നാണ് എനിക്ക് പാവാടയും ബ്ലൗസും തയ്ച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ പഴയ ഒരു സാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിപ്പശ മുക്ക് സ്റ്റിഫാൻ ഷെൻ മുക്കി ഒന്ന് അയൺ ചെയ്താലും മതി. അപ്പോൾ ഒരു സാരിയിൽ നിന്ന് ഇത്രയും ഭംഗിയായിട്ട് പാവാടയും ബ്ലൗസ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ലൈനിങ് ഫാബ്രിക്കിലാണ് ആദ്യം അളവുകൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് 2 പീസ് തുണി 4ആയി മടക്കി ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും ഷോൾഡറായ 14 ഇഞ്ചിൻ്റെ പകുതി 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം താഴോട്ടും അതേ 7 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് ഒരു സ്കെയിൽ കൊണ്ട് സ്ട്രെയിറ്റ് വരയ്ക്കണം. വരച്ചതിന് ശേഷം ഷോൾഡർ ലൈനും ചെസ്റ്റ് ലൈനും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെസ്റ്റ് ലൈൻ എത്രയാണോ അതിൻ്റെ 4 ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ 4-1 എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുക്കണം. 1/2 ഇഞ്ച് ഷോൾഡർ ഡൗൺ ചെയ്തതിന് ശേഷം ബാക്കി വരുന്നതിൽ നിന്ന് പകുതിയാക്കിക്കൊണ്ട് ആ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് ആം ഹോൾ വരച്ചു കൊടുക്കണം. $13.5 ചെസ്റ്റ് വേസ്റ്റ് അടയാളപ്പെടുത്താം. വേസ്റ്റ് അടയാളപ്പെടുത്താനെ കൊണ്ട് 13.5 ഇഞ്ചിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ 4-1 1 ഇഞ്ച് ടക്കും പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ബ്ലൗസിൻ്റെ ഇറക്കം കൊടുത്തിരിക്കുന്നത് 19 ഇഞ്ചാണ്. അതുകൊണ്ട് ഒരു 20 ഇഞ്ച് ഇറക്കം ഇട്ടിട്ടുണ്ട്. താഴെ അടിവണ്ണം 37 ഇഞ്ചാണ്. 37 ഇഞ്ചിൻ്റെ 4-1 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പം മാത്രം ഇട്ടാൽ മതിയാകും. കാരണം അടിയിലോട്ട് നമ്മളൊരു 3 ഇഞ്ച് ഇറക്കത്തിൽ സ്ലിറ്റാണ് ഇടുന്നത്. അപ്പോൾ സ്ലിറ്റ് ഇടുമ്പോൾ അടിവണ്ണം 1.5 ഇഞ്ച് 1-ൽ കൂടുതൽ തയ്യൽ തുമ്പ് ഇടുകയാണെങ്കിൽ അവിടെ ചുളിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് 1 ഇഞ്ച് മാത്രം മതി മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വേസ്റ്റ് അളവ് വരുമ്പോൾ അവിടെ ഷേപ്പ് ഒന്നിലായിരിക്കത്തില്ല കട്ട് ചെയ്യാൻ കിട്ടുക. കാരണം നമ്മൾ 1 ഇഞ്ച് ടക്കിടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കതുകൊണ്ട് ആ 1 ഇഞ്ച് ടക്കിട്ട് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് വരും. അതുകൊണ്ട് ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അത് ആ ഷേപ്പിലല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്തുന്നത് ഒരു 6 ഇഞ്ച് സ്ക്വയർ നെക്കാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് 6 ഇഞ്ചാണ് കഴുത്തകലം എടുത്തിരിക്കുന്നത്. അതിനുശേഷം കഴുത്തകലത്തിൽ നിന്നും ഒരു 8.5 ഇഞ്ച് താഴേട്ട് മാറിയിട്ട് 8 ഇഞ്ച് അകലത്തിൽ ഒരു 4 ഇഞ്ച് ഡിസ്റ്റൻസ് വന്നിട്ട് 8 ഇഞ്ച് നീളത്തിൽ ഒരു ടക്കിനുള്ള ഒരു ലൈൻ മാർക്ക് ചെയ്യണം. ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തിട്ട് 2 താഴെ മേളും 4 ഇഞ്ച് തന്നെയാണോ എന്ന് കൃത്യമായിട്ടൊന്ന് അളന്ന് നോക്കണം. അളന്നിട്ട് അവിടെ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയും മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ നേർ പകുതി അടയാളപ്പെടുത്തി നമ്മൾ നേരത്തെ കണക്കാക്കി 1 ഇഞ്ച് ടക്കിന് വിട്ടിരുന്ന ആ 1 ഇഞ്ചിൻ്റെ 1/2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുക്കണം. ആ നടുക്കുന്നു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു സ്കെയിൽ കൊണ്ട് അത് നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. നടുക്ക് ഭാഗത്ത് വീതി കൂടുതലും അറ്റത്തേക്ക് വരുമ്പോൾ തീരെ വീതി ഇല്ലാണ്ട് തുണി ഒട്ടും കുറയാതെ നോക്കണം ടക്കിടാൻ. അത് ഇങ്ങനൊരു വര കൊടുക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് ടക്കിടാൻ പറ്റും. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സെയിം അളവിൽ ടക്കിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മാർക്കിൽ കൂടെ അടയാളപ്പെടുത്തിയാലും മതിയാകും. അടുത്തതായിട്ട് നമ്മൾ ആം ഹോളിന് ഫ്രണ്ട് സൈഡിൽ മാത്രം ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കണം. ബാക്ക് സൈഡിൽ വേണ്ട, ഫ്രണ്ട് സൈഡിൽ മാത്രം കുഴിച്ച് വെട്ടിയാൽ മതിയാകും.
ഇനി ബാക്ക് കഴുത്താണ് വെട്ടേണ്ടത്. അടയാളപ്പെടുത്തിയിട്ടില്ല. ബാക്ക് കഴുത്ത് 4 ഇഞ്ച് ഇറക്കത്തിലാണ് അടയാളപ്പെടുത്തുന്നത്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മുടെ നെക്ക് വിട്ട് എടുത്തേക്കുന്നത് 3 ഇഞ്ചാണ്. കഴുത്തിന് ഇറക്കം കൂടുന്നതനുസരിച്ച് നെക്കിൻ്റെ വിട്ട് കുറച്ചെടുക്കണം. ഇത് ഞാനിവിടെ 6 ഇഞ്ച് നെക്ക് ഡെപ്തും 3 ഇഞ്ച് നെക്ക് വിട്ടുമാണ് എടുത്തേക്കുന്നത്. ബാക്ക് സൈഡിൽ 4 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ് തുണി വെട്ടിയെടുത്ത് മെയിൻ ഫാബ്രിക്കിൽ വെച്ചടിക്കാം. പക്ഷേ വെട്ടുന്നതിന് മുന്നേ ഒരിക്കൽ കൂടെ അളന്ന് നോക്കി ഇത് നമ്മളെ അളവുകളെല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ വെട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം നമ്മൾ മെയിൻ ഫാബ്രിക്കുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ കഴുത്ത് മാത്രം ആദ്യം യോജിപ്പിച്ച് തിരിച്ചിടുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ആദ്യമേ കഴുത്തടിച്ച് തിരിച്ചിട്ടില്ല, പിന്നെ നമ്മൾ മൊത്തത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുത്തൊന്നേ അടിക്കേണ്ടി വരും. ഇത് ഞാൻ കഴുത്തടിച്ച് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കൈയാണ് അടിക്കാൻ പോകുന്നത്. 4 ഇഞ്ച് പഫ് സ്ലീവ് ആയതുകൊണ്ട് 4 ഇഞ്ച് നമ്മൾ ആദ്യമേ വിടണം. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി വിടണം. ലൈനിങ് അറ്റാച്ച് ചെയ്ത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 1/4 ഇഞ്ച് തന്നെ മതി. 1/4 ഇഞ്ചിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം അത് തിരിച്ചിടുക ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എത്രയാണോ കൈയുടെ ലെങ്ത് വേണ്ടത് അത് അളന്ന് എടുക്കണം. ഞാനിവിടെ 12 ഇഞ്ചാണ് കൈക്ക് ഇറക്കം വെച്ചേക്കുന്നത്. അത് അളന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു 1/4 ഇഞ്ച് വിട്ടു കൊടുത്തത്. മുകളിലേക്ക് ഒരു 4 ഇഞ്ച് നമ്മൾ പഫ് എടുക്കാൻ വേണ്ടിയിട്ടും വിട്ടിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ കൈക്ക് ചെയ്യുമ്പോൾ 3 ഇഞ്ച് ഡൗൺ ചെയ്തതിന് ശേഷം അവിടെ 1 ഇഞ്ചിൽ നിന്ന് നമ്മളൊരു കെർവായിട്ട് വരച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ കൈക്കുഴി എത്രയാണോ അത് അളന്ന് മാർക്ക് ചെയ്യണം. കൈക്കുഴി അളന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവ് ഓപ്പണിംഗ് എത്രയാണോ അത് അളക്കണം. ഇവിടെ എനിക്ക് 11 ഇഞ്ചാണ്. 11 ഇഞ്ചിൻ്റെ പകുതി 5.5യും പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് അടയാളപ്പെടുത്തി യോജിപ്പിക്കണം. ഒരു സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം പഫ് സ്ലീവിന് വേണ്ടിയിട്ട് ആദ്യമേ അവിടെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചതിന് ശേഷം അവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു താഴെ ആ ലൈനിൽ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു കേർവ് ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കണം. വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു കേർവായിട്ട് തന്നെ വരച്ചെടുക്കണം. അതിനുശേഷം അത് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തതിന് ശേഷം ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ കയ്യിൽ എത്ര ആണോ അളവെടുത്തേക്കുന്നത് അതിൻ്റെ പകുതി എടുത്തതിന് ശേഷം അവിടെ ചെറുതായിട്ടൊന്ന്, സാധാരണ കൈക്ക് എടുക്കുമ്പോൾ 1/2 ഇഞ്ച് വേണ്ട, ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടിയാൽ മതി. ഫ്രണ്ട് പീസ് മാത്രം ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടിയതിന് ശേഷം കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. കഴുത്ത് മാത്രമേ അടിച്ചെടുത്തിട്ടുള്ളൂ. കൈയും അടിച്ചെടുത്തിട്ടുണ്ട്. കൈയുടെ അടിഭാഗം മാത്രമാണ് അടിച്ചെടുത്ത് തിരിച്ചിട്ടേക്കാണ്. എന്നിട്ട് വേണം ഇനി നമ്മൾ 4 സൈഡ് അതിൻ്റെ ബാക്കിയുള്ള സൈഡുകൾ യോജിപ്പിക്കാനെ കൊണ്ട്. 2 കൈയും അതുപോലെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ കഴുത്ത് മാത്രമേ യോജിപ്പിച്ചിട്ടുള്ളൂ. അത് കഴുത്ത് ഇനി വെട്ടിക്കളയണം. വെട്ടിയിട്ട് മാത്രമേ യോജിപ്പിച്ചിട്ടുള്ളൂ. അത് കഴുത്ത് ഇനി വെട്ടിക്കളയണം. വെട്ടിയിട്ട് അത് തിരിച്ചിടണം. എന്നിട്ട് വേണം, തിരിച്ചിട്ടതിന് ശേഷം മാത്രമേ ആം ഹോളൊക്കെ യോജിപ്പിക്കാൻ പാടുള്ളൂ. അതും നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടേ ആം ഹോൾ യോജിപ്പിക്കാവൂ. പിന്നെ ടക്കടിക്കണം. ഇങ്ങനെ തിരിച്ചിട്ട് അത്രയും ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് അത് തിരിച്ചിടുക.
എപ്പോഴും നമ്മൾ 2 പീസായിട്ട് വെട്ടി തുണി ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ലൈനിങ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം, സൈഡ് മാറിപ്പോകരുത്. 2 സൈഡും ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ 2 ലൈനിങ്ങും ഒരേ സൈഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് അഴിച്ചൊക്കെ ജോയിൻ ചെയ്യേണ്ടി വരും. പിന്നെ ഇനി നമ്മൾ അതിനകത്ത് ഒരു സിപ്പ് വെച്ചാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ തിരിച്ചിട്ടിട്ട് ടക്കൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് ഇത് അതിൻ്റെ ഭാഗങ്ങളെല്ലാം, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. കൈയുടെയും വെട്ടിയെടുക്കണം. കൈ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടും ബാക്കും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഫ്രണ്ട് ഭാഗത്ത് ഒരു മാർക്ക് കൊടുത്തേക്കണം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകും. ഇനി സിബ് അറ്റാച്ച് ചെയ്യണം. സിബ് അറ്റാച്ച് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലൊരു സിബ് എടുത്തിട്ട് അതിൻ്റെ നേരെ വെക്കണം. സിബ് എങ്ങനെയാണോ നമ്മളുടെ ഉടുപ്പിൽ കാണുക അതുപോലെ വെച്ചതിന് ശേഷം ആ സൈഡിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം അവിടെ ഒരു മാർക്ക് കൊടുക്കുക. അവിടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നമ്മൾ എവിടെയാണോ സിബ് തീരുന്നത് അവിടെ ഒരു മാർക്ക് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെയും ഒരു മാർക്ക് കൊടുക്കണം. ഭയങ്കര എളുപ്പമാണ്, ഒരു കൺഫ്യൂഷനും വേണ്ട. തിരിച്ച് വെച്ചിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു പിന്നും ഉണ്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട്, കണ്ടോ, ഇതുപോലെ പിടിച്ച് വെച്ചിട്ട് ഒരു പിന്ന് അങ്ങോട്ട് കുത്തി കൊടുക്കുക. ഇപ്പുറത്തോട്ടും ഒരു പിന്ന് കുത്തി കൊടുക്കണം. അങ്ങനെ 1, 2, 3 പിന്നുകൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് സിപ്പ് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് വെച്ചതിന് ശേഷം അടുത്തത് ചേർത്ത് വെക്കണം. തുണി രണ്ടും കൂടെ ചേർന്ന് വെക്കണം. സിബ് അകത്ത് പോകണം. ചേർത്ത് വെച്ചതിന് ശേഷം അവിടെയും ഒരു പിന്ന് കുത്തി കൊടുക്കുക. സിബ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫൂട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനും പൈപ്പിംഗ് അടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. 2 സൈഡിലും മാറി മാറി നമുക്ക് വെച്ച് കൊടുത്താൽ മതിയാകും. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യാനാണ്. ലൈനിങ്ങിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് ഇത് ചെറുതായിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പിൻ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി. അതിനുശേഷം അങ്ങനെ ചേർത്ത് വെച്ചടിക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും. ഉണ്ടോ? അതുപോലെ രണ്ടും കൂടെ ചേർത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക, ജോയിൻ ചെയ്യുന്ന ഭാഗം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല, കറക്റ്റ് തന്നെ കിട്ടും. അടിച്ചെടുത്തിട്ടുണ്ട്, ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും ഒന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തേത് നമ്മൾ ക്രോസ് ചെയ്തേക്കുന്ന ഭാഗം ഫ്രണ്ട് ഭാഗത്ത് വരണം. അതായത് നമ്മൾ കുറച്ച് കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ വരണം. പിന്നെ പഫ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പഫിൻ്റെ 2 സൈഡത്തേക്കുള്ള ഞൊറു ഒരേ ഡയറക്ഷനിലായിരിക്കും. അതായത് മേലോട്ട് തന്നെ ആയിരിക്കണം ഞൊറുകളുടെ ഇത് വരിക. അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ബാലൻസ് എത്രയാണോ മുകളിലേക്ക് കിട്ടുന്നത് അത്രയാണ് നമുക്ക് പ്ലീറ്റ് ഇടാൻ കിട്ടുക. പ്ലീറ്റ് ഒരേ ഡയറക്ഷനിൽ, അതായത് മേളിലേക്ക് തന്നെ എപ്പോഴും പ്ലീറ്റ് ഇടാൻ ശ്രദ്ധിക്കുക. ഒരേ ഡയറക്ഷനിലെങ്കിൽ മാത്രമേ നമുക്ക് പ്ലീറ്റ് കിട്ടുകയുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ, ഇങ്ങോട്ടും അങ്ങോട്ടും അല്ല, അങ്ങോട്ടും തന്നെ ഒരിടത്തേക്ക് തന്നെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല കണക്ക് പഫ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിന് ഈ കര വെട്ടിയെടുത്തതാണത്. കര വെട്ടിയെടുത്ത് ഞാനത് 2ആയിട്ട് മടക്കി അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കഴുത്തിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഭാഗം കോർണറിൽ വരുമ്പോൾ കുറച്ച് ഭാഗം ഉള്ളിലോട്ട് വലിച്ചു വെച്ചിട്ട് പ്ലീറ്റൊക്കെ ഇടുമ്പോൾ തന്നെ ഉള്ളിലോട്ട് വലിച്ചു വെച്ചതിന് ശേഷം തച്ചെടുക്കണം.
പിന്നെ നമ്മൾ അടിയിൽ ഒരു പട്ട വെച്ച് അടിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. മടക്കി അടിക്കുന്നതിനേക്കാളും നന്നായിട്ടിരിക്കുക ഒരു പട്ട വെച്ച് അടിക്കുകയാണെങ്കിലാണ്. അപ്പോൾ നമുക്ക് ഒരു വൃത്തികേടില്ലാതെ ചുളിവൊന്നും ഇല്ലാണ്ട് കിട്ടും. അതിനാണ് ആ ബെൽറ്റ് ഞാൻ വെട്ടിയെടുത്തേക്കുന്നത്. ഇനി കണ്ടോ, അങ്ങനെ ചുരുട്ടി വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളവിടെ ഒരു ബെൽറ്റ് വെച്ച് അടിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കരയിലോട്ട് കയറി പോകത്തില്ല. നമുക്ക് ആ തേര് ഭാഗത്ത് വരുന്ന പ്ലെയിൻ തുണിക്കകത്ത് മാത്രം സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് 3 ഇഞ്ച് അകലത്തിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. സ്ലിറ്റിനുള്ള തുണി 3 ഇഞ്ച് അകലം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് വീതം വെച്ച് തയ്യൽ തുമ്പിട്ടതാണ്. അതിൽ കൂടെ അടിച്ചെടുത്തതിന് ശേഷം ആ 3 ഇഞ്ചിൻ്റെ സ്ലിറ്റ് അടിച്ചു കൊടുക്കണം. ആ 3 ഇഞ്ച് സ്ലിറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പട്ട യോജിപ്പിച്ചിട്ടുണ്ട്. ആ പട്ട മടക്കി വെച്ച് അത് നമുക്ക് കൈത്തയ്യൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. ആ ബെൽറ്റ് അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആദ്യമേ ഒരു സൈഡിൽ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അതിന് ശേഷം മടക്കി അടിച്ചതിന് ശേഷം വേണം ഇത് വെച്ചടിക്കാൻ. വെച്ചടിച്ചതിന് ശേഷം ഒരു ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈത്തയ്യൽ തെച്ച് അതവിടെ അറ്റാച്ച് ചെയ്ത് വെക്കണം. എല്ലാം ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് യോജിപ്പിച്ച് സ്ലിറ്റ് അവിടെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ മടക്കി സ്ലിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. അപ്പോൾ തച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയ 1-2 സ്റ്റോണോ കല്ലോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് ബ്ലൗസിന് വെട്ടിയെടുത്തതിൻ്റെ ബാലൻസ് തുണി ഉണ്ട് സാരിയുടെ. അപ്പോൾ നമുക്ക് ഇത്രയും തന്നെയൊന്നും ആവശ്യമില്ല സാരി പാവാട തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് എത്രയാണ് നമുക്ക് പാവാടയ്ക്ക് ആവശ്യമുള്ളതെന്ന് ആദ്യമേ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം പാവാടയ്ക്ക് തുണി വെട്ടിയെടുക്കുക. എത്ര ഇഞ്ചാണോ നമ്മുടെ പ്ലീറ്റ്സിൻ്റെ വീതി അതിനനുസരിച്ചായിരിക്കും നമ്മൾ തുണി വേണ്ടുന്നത് കണക്കാക്കുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് ഇടുന്നത് കൊണ്ട് നമുക്ക് 1 ഇഞ്ചിൻ്റെ വീതം വെച്ച് 35 പ്ലീറ്റ്സിന് 35 ഇഞ്ച് പ്ലസ് 5 ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും 2.5 ഇഞ്ച് വീതം വെച്ച് തയ്യൽ തുമ്പ്. ടോട്ടൽ അങ്ങനെ 40 ഇഞ്ച്. പിന്നെ പാവാടയുടെ ഉള്ളിലേക്ക് നമ്മൾ തുണി ഇടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ബാലൻസ് തുണി വേണ്ടത്. അതായത് ഞാനിവിടെ ഒരു പ്ലീറ്റിനകത്തേക്ക് 4 ഇഞ്ച് വീതം വെച്ച് തുണി ഇടാനാണ് വിചാരിക്കുന്നത്. കാരണം നമുക്കിവിടെ ധാരാളം തുണി ഉള്ളതുകൊണ്ട് നമ്മളുടെ തുണി ഉള്ളിലേക്ക് ഇടുന്നത് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്ലീറ്റ് ഒതുക്കം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ പരമാവധി പ്ലീറ്റിനുള്ളിലേക്ക് തുണി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം. ഇവിടെ ഇപ്പോൾ നമുക്ക് 1 ഇഞ്ചിന് 4 ഇഞ്ച് എന്ന കണക്കിൽ 35 ഇഞ്ചിന് 140 ഇഞ്ച് തുണി അകത്തേക്ക് പ്ലീറ്റ്സിനുള്ളിലേക്ക് ഇടാൻ വേണം. അപ്പോൾ ആ 140 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പ്ലീറ്റ്സിൻ്റെ 35 ഇഞ്ചും 5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ടോട്ടൽ നമുക്ക് 180 ഇഞ്ച് തുണി വേണം. അപ്പം നമ്മൾ ഇനി 180 ഇഞ്ചാണ് തുണി അതിൽ നിന്നും വെട്ടിയെടുക്കേണ്ടത്. ഇനി അടുത്തത് പാവാടയുടെ ഇറക്കമാണ് കണക്കാക്കേണ്ടത്. നമ്മുടെ പാവാടയുടെ ഇറക്കം 38 ഇഞ്ച് ഇറക്കമാണ്. അതിൽ 2 ഇഞ്ച് ബെൽറ്റ് വെക്കുന്നത് കൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള 36 ഇഞ്ച് മതി. ആ 36 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ ബെൽറ്റ് വെക്കാൻ ഒരു 1/2 ഇഞ്ചും പിന്നെ താഴെ അടിഭാഗം നമുക്ക് മടക്കി അടിക്കാനെ കൊണ്ട് സാധാരണ നമ്മൾ ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ആണ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഇത് പാവാടയുടെ അടിഭാഗം തേര് വശവും പിന്നെ കരയും കൂടെ വന്നേക്കുന്നതായതുകൊണ്ട് നമുക്ക് അവിടെ മടക്കടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ആ തുണി ചേർക്കുന്നില്ല. അപ്പോൾ ടോട്ടൽ നമ്മുടെ പാവാടയ്ക്ക് 36.5 ഇഞ്ച് വെട്ടിയെടുത്താൽ മതി. ബാക്കി 2 ഇഞ്ച് ബെൽറ്റും കൂടെ ചേർത്ത് കൊടുത്ത് 38 ഇഞ്ച്. ഇനി നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നതാണ് നോക്കുന്നത്. എപ്പോഴും കൺഫ്യൂഷൻ വരുന്നൊരു പാർട്ടാണ് പ്ലീറ്റ്സ് ഇടുന്നത്. നമുക്കിവിടെ 1 ഇഞ്ചിൻ്റെ പ്ലീറ്റ്സ് വേണ്ടുന്നത് കൊണ്ട് നമ്മൾ 1 ഇഞ്ചും പിന്നെ ഒരു 4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വയ്ക്കാൻ വേണ്ടി നമ്മളൊരു 4 ഇഞ്ചും വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലീറ്റ്സിന് നമുക്ക് ടോട്ടൽ 5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 5 ഇഞ്ചാണ് വേണ്ടുന്നത്. പക്ഷേ പ്ലീറ്റ്സ് ഇടുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും എവിടെ നിന്ന് മടക്കിയാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് വരച്ച് വെച്ചിട്ട് നമ്മൾ ഒരു പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പിന്നെ തയ്യൽ മെഷീൻ എടുത്ത് ചെന്ന് അവിടെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. നമുക്കതുകൊണ്ട് ഇവിടെ ഒന്ന് വരച്ച് ഒന്ന് പിൻ ചെയ്തെടുക്കാം.
അതിന് ഞാനൊരു ചെറിയ ട്രിക്ക് പ്രയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കളറിലെ ചോക്ക് ഉപയോഗിക്കുന്നത്, നീലയും പിങ്കും. അപ്പോൾ അകത്തേക്ക് തള്ളി വെക്കുന്നതിന് ഞാൻ നീല കൊണ്ടും പ്ലീറ്റ്സിന് 1 ഇഞ്ചിൻ്റെത് ഞാൻ പിങ്ക് കൊണ്ടും, പ്ലീറ്റ്സ് ഇടുന്നതിന് ഞാൻ പിങ്ക് കൊണ്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് 4 ഇഞ്ചിൽ നീല, 1 ഇഞ്ചിൽ പിങ്ക്, അങ്ങനെ ഞാൻ എല്ലാം മാർക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പിങ്കിനെ എടുത്തിട്ട് നീലയ്ക്കകത്തോട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ 1 ഇഞ്ച് പ്ലീറ്റും അകത്തേക്ക് അങ്ങനെ എല്ലാ പ്ലീറ്റുകളും ഞാനിവിടെ ഇട്ടെടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് പ്ലീറ്റ് എടുത്ത് നീലയ്ക്കകത്ത്, അതായത് പിങ്ക് കളറിലെ വര എടുത്തിട്ട് നീല കളറിലെ വരയിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മൾ അടുത്ത പിങ്ക് കളറിലത് എടുത്തിട്ട് നീലയ്ക്കകത്തേക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാ പ്ലീറ്റുകളിലും ഈ പിങ്ക് ലൈനെ ബ്ലൂ ലൈനിലേക്ക് ജോയിൻ ചെയ്ത് ഇതുപോലൊരു ബെറി പിന്നുണ്ട്, അതെടുത്ത് കുത്തി കൊടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പിന്നില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഉള്ള പിന്നനുസരിച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് തച്ചെടുത്തിട്ട് പിന്നെ ബാക്കി വീണ്ടും കുത്തി കൊടുത്താൽ മതി. ഇവിടെ എൻ്റെ കയ്യിൽ പിന്ന് കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മൊത്തത്തിലും വെച്ചങ്ങ് കുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം 10 പിന്നേ ഉള്ളെങ്കിൽ 10 പ്ലീറ്റ് ഇട്ട് തച്ചെടുത്തതിന് ശേഷം ബാലൻസ് 10 പ്ലീറ്റോടെ എടുത്താൽ മതി. അപ്പം ഞാൻ നോക്കൂ, ഇവിടെ ഞാൻ എല്ലാം പിന്ന് കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യൽ മെഷീനിൽ വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്തടിക്കണം. അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു പാടുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഈ ഓരോ പ്ലീറ്റും പിടിച്ചു വെച്ചൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ പാവാട തയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് അയൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അയൺ ചെയ്തെടുക്കാനും ചെയ്യും. പാവാട തച്ചതിന് ശേഷം ഉള്ളതിനെക്കാട്ടിലും വൃത്തിയായിട്ടും പ്ലീറ്റ്സുകളെല്ലാം അടുക്കിയും അയൺ ചെയ്തെടുക്കാനും സാധിക്കും. കണ്ടില്ലേ, താഴെ വരെ നമുക്ക് പ്ലേറ്റുകൾ എല്ലാം അടുക്കി അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കൊണ്ട് നമ്മൾ ഈ അരിവ് ഒന്ന് അടിച്ചു കൊടുക്കണം. ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ അരിവെല്ലാം നമുക്ക് ചെറുതായിട്ട് ഒന്ന് പിടിച്ചു വെച്ച് ഒരു 1/4 ഇഞ്ചിൽ നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലൈനിങ് വെട്ടിയെടുത്ത് നമ്മളിവിടെ ലൈനിങ് വെട്ടിയെടുക്കുന്നത് ക്രോസ് ആയിട്ടാണ്. എപ്പോഴും ലൈനിങ്ങിന് 2 ഇഞ്ച് നമുക്ക് പാവാടയെക്കാട്ടിലും കുറച്ച് വെച്ച് മെയിൻ ക്ലോത്തിനെക്കാട്ടിലും കുറച്ച് മതി. ഇവിടെ എനിക്ക് പക്ഷേ അരവണ്ണം കൃത്യമായി മെയിൻ ക്ലോത്തിന് എത്രയാണോ അത്രയും തന്നെ ലൈനിങ്ങിനും അരവണ്ണം വേണം. അതുകൊണ്ട് നമ്മളിവിടെ എത്രയാണോ ഇതിൻ്റെ പാവാടയുടെ അരവണ്ണം ഇവിടെ 40 ഇഞ്ചാണ്. ആ 40 ഇഞ്ച് കിട്ടണം. അതിനെ നമ്മൾ 8ആയിട്ട് വീതിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് എനിക്കിവിടെ 5.5 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. 5.5 ഇഞ്ചാണ് അരവണ്ണം ഒരു പീസിന് എടുത്തേക്കുന്നത്. അങ്ങനെ ഞാനിത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ വെട്ടിയെടുത്ത ക്ലോത്ത് ലെവലും ക്രോസുമായിട്ട് വെച്ച് നമ്മൾ ഇത് യോജിപ്പിച്ചെടുക്കണം. ഇത് മെയിൻ ഫ്രണ്ടിലെ സെൻറ്റർ പീസും ഇത് ബാക്കിലെ സെൻറ്റർ പീസുമാണ്. അപ്പോൾ ഈ സെൻറ്റർ പീസുകളുടെ 2 സൈഡും ക്രോസും ബാക്കി നമുക്ക് കിട്ടിയേക്കുന്ന ചെറിയ പീസുകളിൽ ഓരോ സൈഡ് ലെവലും ഒരു സൈഡ് ക്രോസുമാണ്. അപ്പോൾ നമ്മൾ ലെവൽ പീസുകൾ ഈ ഇതിൻ്റെ സെൻറ്റർ പീസിൻ്റെ ക്രോസ് പീസുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ലൈനിങ് വെട്ടിയെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ലൈനിങ് ഇവിടെ യോജിപ്പിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. അതായത് സെൻറ്റർ പീസിനോട് ഒരു ലെവൽ പീസ് വീതം വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അടിയിൽ വണ്ണം കൂടുതൽ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് അടിവണ്ണം കൂടുതൽ കിട്ടത്തില്ല. പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും ആ ലൈനിങ്ങിന്. പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ മുകളിലും പ്ലീറ്റ് താഴെയും കൂടെ പ്ലീറ്റ് ആകുമ്പോൾ ഒരുപാട് നമുക്ക് ഉള്ളത് ലൈനിങ് തുണി എങ്ങനെയാണ് വെട്ടിയേക്കുന്നതിന് ചിലപ്പോൾ ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടായി കാണും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേപ്പറിൽ അതൊന്ന് വെട്ടി കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരു പേപ്പറിനെ രണ്ടായിട്ട് മടക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസുമായിട്ടാണ് ഇത് കണക്കാക്കിയേക്കുന്നത്. അതിനുശേഷം ഇതിനെ ഒന്നും കൂടെ മടക്കുക. അതായത് 4ആയിട്ട് ഒരു പേപ്പറിന് 4ആയിട്ട് മടക്കിയതിന് ശേഷം ആ പേപ്പറിൽ നമ്മൾ നമ്മുടെ പാവാടയ്ക്ക് നമ്മൾ എത്രയാണോ അരവണ്ണം എടുത്തേക്കുന്നത് അത്രയും തന്നെ നമുക്ക് ഈ ലൈനിങ് തുണിയിലും വേണം അരവണ്ണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 40 ഇഞ്ചാണ് പാവാടയ്ക്ക് സീം അലവൻസ് ഉൾപ്പെടെ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ സീം അലവൻസ് ഉൾപ്പെടെ നമുക്ക് 40. അപ്പോൾ അതിനെ 8ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം എത്രയാണോ കിട്ടുന്നത് 5 ഇഞ്ചാണ് കിട്ടുക. 1/2 ഇഞ്ച് വീതം നമ്മൾ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട്
5.5 കിട്ടും. ഒരല്പം കൂടെ കൂടുതലിട്ടാലും കുഴപ്പമില്ല. അവസാനം അടിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് വെട്ടിക്കളയാം. പക്ഷെ കുറയാൻ പാടില്ല. കാരണം നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് പാവാടയും മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ വ്യത്യാസം വരാൻ പാടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് അരവണ്ണത്തിൻ്റെ 5.5 ഇഞ്ച് ഒരു സൈഡിലും അവിടെ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ വീണ്ടും ഒരു 5.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ എന്നിട്ട് അതിനെ ക്രോസായിട്ട് വരച്ചു കൊടുക്കണം. ക്രോസായിട്ട് വരച്ചതിന് ശേഷം താഴത്തെ സൈഡിൽ കിട്ടുന്ന 5.5 ഇഞ്ച് മുകളിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ രണ്ട് സൈഡിൽ ഒരു വലിയ പീസും ഒരു ചെറിയ പീസും കിട്ടും. ഇതിന് ലെവലെന്നും ക്രോസെന്നും ആണ് സാധാരണ. ഇഞ്ച് മുകളിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ രണ്ട് സൈഡിൽ ഒരു വലിയ പീസും ഒരു ചെറിയ പീസും കിട്ടും. ഇതിന് ലെവലെന്നും ക്രോസെന്നും ആണ് സാധാരണ പറയുന്നത്. നമ്മളിപ്പോൾ വെട്ടിയെടുക്കുന്നത് ക്രോസ് പീസാണ്. ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ക്രോസ് പീസാണ്. ബാക്കി ഭാഗത്തോട്ട് വരുന്ന അപ്പുറത്തെ സൈഡിൽ വരുന്നതാണ് ലെവൽ പീസ് വരിക. ഒത്തിടുമ്പോൾ കിട്ടുന്നത് 2 പീസ്. ആ 2 പീസ് ഒന്ന് ഫ്രണ്ടിലെ പീസും ഒന്ന് ബാക്കിലെ സെൻറ്റർ പീസുമാണ്. 2 സെൻറ്റർ പീസുകൾ, ഫ്രണ്ടിലൊരു സെൻറ്റർ പീസും ബാക്കിലൊരു സെൻറ്റർ പീസും. എന്നിട്ട് അതിൻ്റെ ഓരോ ക്രോസ് സൈഡിലും ഇത് നമുക്ക് 4 ലെവൽ പീസുകൾ കിട്ടിയിട്ടുണ്ടാവും. ആ ലെവൽ പീസിനെ എടുത്തിട്ട് ആ ക്രോസ് പീസുകളിൽ വെച്ച് 1/2 ഇഞ്ച് വീതം വെച്ച് അടിച്ചെടുക്കണം. അതിൻ്റെ ലെവൽ പീസ് ഏതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അറ്റഭാഗത്ത് വരുന്നതായിരിക്കും ലെവൽ പീസ് എപ്പോഴും. അപ്പോൾ അത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ലെവൽ പീസ് ആയിരിക്കും. അപ്പോൾ ലെവൽ പീസിനെ വെച്ച് ചേർത്തടിച്ചതിന് ശേഷം അടിയിലോട്ട് കുറച്ച് തൂങ്ങി നിൽക്കുന്ന ആ ഭാഗം നമുക്ക് റൗണ്ട് ചെയ്ത് വെട്ടിക്കളഞ്ഞെടുക്കുമ്പോൾ നമുക്കുള്ള ലൈനിങ് തയ്യാറായിട്ടുണ്ടാകും. ഇങ്ങനെയാണ് ലൈനിങ് ഞാൻ വെട്ടിയെടുത്തേക്കുന്നത്. അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ കട്ടിങ് വെച്ച് ചെയ്തത്. ഇത് മൊത്തം 4 പീസായിട്ടാണ് വരുന്നതെങ്കിൽ ആ സെൻറ്ററിൽ 2 പീസായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടെ യോജിപ്പിച്ച് ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ ലൈനിങ്ങിൻ്റെയും സൈഡ് ഭാഗം ഒന്ന് ചെറുതായിട്ട് അടിച്ച് വൃത്തിയാക്കി എടുക്കണം, ഒരു 1/4 ഇഞ്ച് അകലത്തിൽ. അതിനുശേഷം ഇനി നമുക്ക് 2 ഇഞ്ചിൻ്റെ ബെൽറ്റാണ് നമ്മളിവിടെ 1/2 ഇഞ്ച് വീതം എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് 2 സൈഡിലും. അപ്പോൾ 3 ഇഞ്ചിൻ്റെ ബെൽറ്റാണ് നമ്മൾ വെട്ടിയെടുത്തേക്കുന്നത്. അതിനെ നമുക്കൊന്ന് വൃത്തിയായിട്ട് അയൺ ചെയ്തതിന് ശേഷം അകത്തു നിന്നും പുറത്തേക്കാണ് വെച്ചടിക്കേണ്ടത്. കാരണം നമ്മൾ ലാസ്റ്റ് ഫൈനലിൽ അറ്റാച്ച് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനിലായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ബെൽറ്റിന് നല്ല ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അകത്തു നിന്നും പുറത്തേക്ക് വെച്ചടിക്കുന്നു. പുറത്തേക്ക് വെച്ചടിച്ചതിന് ശേഷം ആ ലാസ്റ്റുള്ള അതും അയൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട്, കാരണം നമുക്ക് ബെൽറ്റ് ഇടാനുള്ളതാണ്, ഒരു വള്ളി ഇട്ട് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഹോള് പോലെ അവിടെ വേണ്ടതുകൊണ്ട് നമ്മളതിനെ അവിടെ അങ്ങനെ പിടിച്ച് വെച്ചതിന് ശേഷം ഈ ഭാഗവും 1/2 ഇഞ്ച് ഞാൻ മടക്കി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു ഭംഗിയായിട്ടിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ തയ്ക്കുന്ന തുണിക്ക് ഭംഗിയായിട്ട് തച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് 1/2 ഇഞ്ച് ചെയ്ത് 2 സൈഡിലും വെച്ചിട്ട്. അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് ജോയിൻ ചെയ്തുകൊണ്ട് വരാം. ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വള്ളി അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഈ തച്ച പോകുന്ന മെനക്കേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് തച്ച കൂട്ടത്തിൽ തന്നെ വെച്ച് അടിച്ച് പോകാം വള്ളി. പക്ഷെ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് അടിച്ചതിന് ശേഷം ഒരു പിന്ന് വെച്ചിട്ട് അകത്തിവിടെ കയറ്റി വള്ളി പുറത്തോട്ടിറക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അതാണ് കുറച്ചും കൂടെ എനിക്കിഷ്ടം. കാരണം നമ്മൾ അറിയാതെ കാണാൻ വള്ളി നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെളിച്ച് തച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ഇരട്ടിപ്പണിയാവും. അപ്പോൾ ഞാനിവിടെ ബെൽറ്റ് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ബെൽറ്റ് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തിരിച്ചിട്ടതിന് ശേഷം ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ച് ഒരിക്കലും ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ, ഈ ക്രോസ് പട്ടി വെച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരുമിച്ച് തയ്ച്ചെടുക്കരുത്. നമ്മുടെ ആ അത്രയും ഭാഗം മാത്രം മതി. നമുക്കവിടെ ഓപ്പൺ ആയിട്ട് ഇടുന്ന അത്രയും ഭാഗത്ത് മാത്രം ഒരുമിച്ച് കൂട്ടിയടിച്ചതിന് ശേഷം ബാലൻസ് ആദ്യം മെയിൻ ക്ലോത്ത് ചേർത്തടിക്കുക. അതിനാണ് നമ്മൾ സൈഡൊന്ന് വിളുമ്പടിച്ച് വെച്ചിരിക്കുന്നത്. അതൊന്ന് കൂട്ടിയടിച്ചതിന് ശേഷം മാത്രം ലൈനിങ്ങിൻ്റെ ക്ലോത്ത് പിടിച്ച് വെച്ചിട്ട്
സെപ്പറേറ്റ് അടിച്ചു കൊടുക്കണം. ഒരുമിച്ച് ഒരിക്കലും അടിക്കരുത്. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നേന്ന് അത് അഴിച്ചിട്ട് നമ്മൾ ഒന്നേന്ന് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആദ്യമേ മെയിൻ ക്ലോത്ത് രണ്ടും കൂടെ ചേർത്ത് പിടിച്ചടിക്കണം. പിന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ ക്ലോത്തും പിടിച്ചു വെച്ചെടുക്കണം. ലൈനിങ്ങിൻ്റെ ക്ലോത്തിലും സൈഡിൽ ഓരോ ചെറിയ തയ്യലിട്ട് കൊടുക്കണം. അത് തയ്യൽ നൂലൊന്നും പുറത്തോട്ട് പൊങ്ങിയിരിക്കാതിരിക്കാൻ, അകത്ത് വൃത്തിയായിട്ടിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ഞാനിത് പാവാടയുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും സെപ്പറേറ്റ് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാവാടയ്ക്ക് വള്ളി ഇട്ട് കൊടുക്കണം. വള്ളി ഇടാനെ കൊണ്ട് നമ്മൾ ആ വള്ളിക്ക് അതൊരു പിന്നൂത്തിയിട്ട് അതിനകത്തൂടെ വലിച്ചെടുത്താൽ മതി. വളരെ ഈസി, എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ടാസൽസൊക്കെ വെച്ച് വേണമെങ്കിൽ ബ്യൂട്ടിഫുൾ ആക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ 2 ടാസലൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇട്ട് കാണിക്കും. അപ്പോൾ ഏകദേശം പാവാടയുടെ ഞൊറികളൊക്കെ ഇത്ര ഭംഗിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കും ഏകദേശം കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കായാലും തയ്ക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്ക് യു.